എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 മമ്മൂട്ടി ചിത്രങ്ങൾ ഉൾപ്പെടെ 8 പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ദുരന്തർ എന്ന സിനിമയെക്കുറിച്ചാണ്. ആദിത്യ സംവിധാനം ചെയ്ത് സ്പൈ ആക്ഷൻ ഡ്രാമ ത്രില്ലർ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. സഞ്ജയ് ദുട്ട്, രൺവീർ സിംഗ് തുടങ്ങിയവരാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT അവകാശങ്ങളെല്ലാം വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ജനുവരി മാസം അവസാനത്തോടെ മാത്രമായിരിക്കും നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് പ്രേമണ്ടെ എന്ന സിനിമയെക്കുറിച്ചാണ്. തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും കോമഡി റൊമാൻറ്റിക് ജോണറിൽ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി പ്രിയദർശി, പുലിക്കൊണ്ട, ആനന്ദി തുടങ്ങിയവർ അഭിനയിച്ച സിനിമയാണ് പ്രേമണ്ടെ. ചിത്രത്തിന് തിയേറ്ററിൽ നിന്നും അത്യാവശ്യം നല്ലൊരു അഭിപ്രായമാണ് ലഭിച്ചത്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തു നിന്നും സിനിമയുടെ OTT പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ഈ ആഴ്ച ഡിസംബർ 19 പ്രേമണ്ടെ നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ്. അടുത്ത അപ്ഡേറ്റ് ഫാർമ എന്ന വെബ് സീരീസിന്റേതാണ്. നിവിൻ പോളി, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രധാന റോളിലെത്തി ജിയോ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ ഏറ്റവും പുതിയ വെബ് സീരീസ് ആണ് ഫാർമ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഈ മലയാളം വെബ് സീരീസ് ഈ ആഴ്ച OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഡിസംബർ 19 ഈ ത്രില്ലർ വെബ് സീരീസ് മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാഠി എന്നിങ്ങനെ 7 ഭാഷകളിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അടുത്തത് ദിലീപ് ചിത്രമായ തങ്കമണിയുടെ അപ്ഡേറ്റ് ആണ്. 2024 തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ക്രൈം ഡ്രാമ ത്രില്ലർ മലയാളം സിനിമയാണ് തങ്കമണി. നിരവധി ആരാധകർ കാത്തിരിക്കുന്നത് പോലെ തങ്കമണിയുടെ OTT അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. സിനിമയുടെ OTT ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഈ മാസം അവസാനത്തോടെ തങ്കമണി OTTയിലേക്ക് എത്തുമെന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഒഫീഷ്യൽ സ്ട്രീമിംഗ് പാർട്ട്ണർ ആരെന്ന് ഇതുവരെ വ്യക്തമല്ല. C5 അല്ലെങ്കിൽ സൈനാപ്ലേ വഴിയായിരിക്കും ഈ സിനിമ നമുക്ക് ലഭ്യമാവാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടേതാണ്. മമ്മൂക്ക നായകനായി GVM സംവിധാനം ചെയ്ത് ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ ഡ്രാമ ത്രില്ലർ മലയാളം സിനിമയാണ് ഡൊമിനിക്. തിയേറ്ററിൽ നിന്നും ചിത്രത്തിന് അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് ലഭിച്ചത്. പക്ഷെ 10 മാസങ്ങൾക്ക് ശേഷമാണ് ചിത്രം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. C5 ഒഫീഷ്യലായി OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ഈ മമ്മൂക്ക ചിത്രം വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ 19 C5 വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് മറ്റൊരു മമ്മൂക്ക ചിത്രമായ കളം കാവലിന്റേതാണ്. ജിതിൻ K ജോസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക നെഗറ്റീവ് റോളിലെത്തി ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത മലയാളം സിനിമയാണ് കളം കാവൽ. സിനിമയിൽ വിനായകനാണ് പ്രധാന വിഷയത്തിലെത്തുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT അവകാശങ്ങളെല്ലാം വിറ്റുപോയിരിക്കുകയാണ്. സോണി ലിവാണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം അടുത്ത മാസം ആദ്യവാരത്തോടെ സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ OTT അപ്ഡേറ്റുകൾക്കായി. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.